ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചക്കയലുവ ഉണ്ടാക്കാം. അതിനായിട്ട് നല്ല പഴുത്ത വരിക്കച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലടിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചക്ക മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ചക്കപ്പഴത്തിന് നല്ല മധുരം ഉണ്ട്, എന്നാലും അലുവ എന്ന് പറയുമ്പോൾ നല്ല മധുരം വേണമല്ലോ. അതുകൊണ്ട് ഒരു 1/2 കിലോ ശർക്കര ഞാനിവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഉരുക്കി നല്ല പാകമായി വരുമ്പോൾ അതും കൂടെ ചക്കപ്പഴത്തിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് വേണം നമുക്ക് മിക്സിയിൽ. നമ്മുടെ ചക്ക നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ചക്കയുടെ അലുവായ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അതിനകത്തേക്ക് കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ച് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അലുവ ഏകദേശം സെറ്റാകാറായിട്ടുണ്ട്. അലുവയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് അരമുറി തേങ്ങാപ്പാലിനകത്തേക്ക് 2 സ്പൂൺ ഗോതമ്പ് പൊടി കലക്കി ഒഴിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഇളക്കി നല്ല സെറ്റാക്കി എടുക്കാം. അലുവ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചക്കയലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ഡെക്കറേഷന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്താണേലും അതൊക്കെ ഇട്ട് കൊടുക്കാം, നട്ട്സൊക്കെ.